ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. തൊട്ടതിനെല്ലാം തൊട്ടുകളി, തൊട്ടതിനെല്ലാം തൊട്ടുകളി, തൊങ്ങി തൊങ്ങി തൊട്ടുകളി, തൊങ്ങി തൊങ്ങി തൊട്ടുകളി, വട്ടുണ്ടെങ്കിൽ വട്ടുകളി, വട്ടുണ്ടെങ്കിൽ വട്ടുകളി, ചീട്ടുണ്ടെങ്കിൽ ചീട്ടുകളി, ചീട്ടുണ്ടെങ്കിൽ ചീട്ടുകളി. എന്റെ മുഴുവനപ്പ ഒരു പടുകൂട്ടൻ ജാതകമായിട്ടാണല്ലോ എന്റെ മകൻ ചുള്ളിന് വന്നിരിക്കുന്നത്. മോനെ, എന്താണ് അച്ഛനീ കാണുന്നത്? അച്ഛ, ഇതൊക്കെ എന്റെ അണികളാണ്. അണികള് വീട്ടിൽ നിൽക്കുന്ന പണിക്കാരെയൊക്കെ പിടിച്ച് മുദ്രാക്കം വിളിപ്പിച്ച് അവരൊക്കെ അണികളാണോ മോനെ? ഞാൻ എന്ത് ചെയ്യും അച്ഛ? ഏത് പാർട്ടി ചെന്നിട്ടും എന്നെ അവിടെ ആർക്കും വേണ്ട. അച്ഛൻ ഇതിനൊരു പരിഹാരം കാണണം മോനെ. എത്ര കത്ത് തന്നെ, എത്ര സ്ഥലത്ത് മോനെ അച്ഛൻ അയച്ചു. എന്നിട്ട് ഏതെങ്കിലും പാർട്ടിയിൽ മോനെ എത്തോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്കും കേരളത്തിലെ ആൾക്കാരുടെ മനസ്സിൽ ഈ ചുള്ളിക്കുട്ടനെ ഉണ്ടാവില്ല അച്ഛ. അയ്യോ, അച്ഛന്റെ പൊന്നുമോനെ അങ്ങനെ പറയരുത്. ഒട്ടുവിൻ തുടക്കപ്പെടും എന്നാണല്ലോ പ്രമാണം. വാ, അച്ഛനും കൂടി ഇനി മോന്റെ കൂടെ വരാം. നമുക്ക് രണ്ടുപേർക്കും ചെന്ന് ഏതെങ്കിലും വാതിലൊക്കെ മുട്ടി നോക്കാം. ഏതെങ്കിലും വാതിൽ തുറക്കാതിരിക്കില്ല. മോൻ വാ. നിന്നെ കണ്ടാലെന്നെക്കാളും കണ്ടുണ്ടോന്നും പൊന്നുമോനെ, എന്നിട്ടുണ്ട് നിന്നെ ആരും പാർട്ടിയിൽ കേട്ടത്. അച്ഛന്റെ പണ്ട് തൊട്ടേ പാർട്ടിയിൽ ഞാൻ മറന്നതല്ലേ. എന്നിട്ടിപ്പോൾ പാർട്ടിയില്ല, ഓട്ടുമില്ല, ഒരു കൂട്ടുമില്ല. പൊന്നുമോനെ, പാർട്ടി കേട്ടാൽ കത്തുകൾ ഞാൻ കൊടുത്തയച്ചു. കത്തുവായിട്ടൊരു ഹൈക്കമാൻഡുകാർക്ക് നിന്നെ കുറിച്ചൊരു ചിന്തയില്ല. അച്ഛാ അച്ഛാ, പൊന്നുമച്ച, അച്ചാണ്ടി കുഞ്ഞിനോട് ഒന്ന് പറ. പാർട്ടിയിലൊന്നും കേട്ടി തന്നാ മതി, എല്ലാം കലക്കി ഞാൻ കൈക്കി തരാം. ഉമ്മച്ച, ഒരു ഉമ്മച്ച, ആരൊക്കെ വന്നിരിക്കുന്നത് താൻ നോക്കിയേ. അച്ഛനെഴുതിയ കത്താണ് ഇത്. വായിച്ചു നോക്കിയിട്ട് ഒരു തീരുമാനം ഇപ്പൊ തന്നെ എടുക്കണം. പണ്ട് പാർട്ടിയിലുണ്ടായതാ എന്റെ മകൻ ചുരുളിക്കുട്ടൻ. അവിടെ വീണ്ടും പാർട്ടിയിൽ കേട്ടിടാമോ കൂട്ടുകാരോ? എന്റെ മകൻ ചുള്ളിക്കുട്ടൻ മഹാവേന്ദ്രനീവൻ സംഗീതത്തെ കൊണ്ടൊഴിഞ്ഞു, പാർട്ടിയുടെ വരി ഒഴിഞ്ഞു. പറ്റി എന്തൊക്കെയാ പറയുന്നത്? മുമ്പുതൽ പാർട്ടിയിലുണ്ടായ ഒരാളല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളുവോ? എന്തിനാടോ ചാട്ടിക്കുഞ്ഞി ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ മകൻ പാപമല്ലേ, സത്യജീവനൊരു ശുദ്ധനല്ലേ. എന്റെ മകൻ കുസൃതിയാണ്, കയ്യിലിരിപ്പ് വികൃതിയാണ്. കുട്ടൻ ഇതിനേക്കാളും എത്ര ഭേദമാണ്. കണ്ടോ ചായിപ്പിക്കാരൻ എന്തൊക്കെയാ പറയുന്നത്? എന്നെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ രണ്ടാലൊന്നും നടക്കുമച്ചാ. ചുള്ളി അടവേ, ഈ പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാത്തിനും പരിഹാരമുണ്ട്. പറ്റിയ സ്ഥലത്ത് നിന്നെ അച്ഛൻ കൊണ്ടുപോവാ. ഹലോ, ഇവിടെ ആരുമില്ലേ? അല്ല, ഇതാരാണ് ലീഡറിയോ? കൂടെ ഇതാരാണ് പുത്രന്റെയോ? പതിവില്ലാതെന്താണ് ഈ വഴി വന്നത്? കാര്യം പറയണോ ലീഡറെ? അതിന്റെ നീ കത്തുപേടി വായിച്ചു നോക്കിയിട്ട് ബാക്കി മതി. എന്റെ മകൻ തുള്ളിക്കുട്ടനെ സന്തോഷത്തോടെ സ്വീകരിക്കൂ. വെളിൽ കിടക്കുന്ന പാമ്പിന്റെ കുഞ്ഞിനെ തോളത്തേറുത്താരും വെക്കില്ല. ആർക്കുമെന്നാത്ത ഈ സാധനത്തിന് ആക്രിക്കണക്കാർക്ക് തൂക്കി വിറ്റു. അച്ഛന്റെ കത്ത് വായിച്ചിട്ട് ആരും എന്നെ പാർട്ടിയിലെടുക്കാത്തത്. അച്ഛൻ എന്താ കത്തിലെഴുതേക്കണമെന്ന് ഞാൻ നോക്കട്ടെ. മോനെ, കത്ത് വായിക്കരുത്. ഇല്ല, എനിക്ക് വായിക്കണം. പ്രിയ സുഹൃത്തെ, ഞാൻ എഴുതിയ ഒരു കത്ത് കൊണ്ട് എന്റെ മകൻ ചുള്ളിക്കുട്ടൻ നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങളുടെ പാർട്ടിയിൽ യാതൊരു കാരണവശാലോടെ കേട്ടരുത്. കേട്ടിയാൽ നിങ്ങളുടെ പാർട്ടി അവൻ കുളം തോണ്ടും. അച്ഛനാള് കൊള്ളാമല്ലോ, പുത്രനുതന്നെ പണി തന്നല്ലോ. ആ കിട്ടുമാറ പണിയുന്നൊരച്ഛനെ സമ്മതിക്കാതെ നിവർത്തിയില്ല.